ഫ്രണ്ട്സ്, എല്ലാവർക്കും മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ പഠിക്കുന്നത് ചേർത്തെഴുതുക പിരിച്ചെഴുതുക എന്ന ഭാഗമാണ്. അപ്പോൾ ചേർത്തെഴുതുകയും പിരിച്ചെഴുതുകയും നമ്മൾ ഒരുമിച്ചാണ് പഠിച്ചെടുക്കുന്നതെന്ന് പറഞ്ഞിരുന്നു. ചേർത്തെഴുതുക എന്താണെന്ന് അറിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് പിരിച്ചെഴുതുക എന്താണെന്നുള്ളതും മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ചേർത്തെഴുതുക പഠിച്ചെടുക്കാൻ വേണ്ടി കുറേ നിയമങ്ങളുണ്ട്. അക്ഷരങ്ങൾ എന്താണെന്നും അതുപോലെ വർണ്ണങ്ങൾ എന്താണെന്നും ഖരാക്ഷരങ്ങൾ എന്താണെന്നും ഘോഷങ്ങൾ, മൃദു, ഇവയെല്ലാം ഏതൊക്കെയാണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ മുമ്പത്തെ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ടായിരുന്നു, അക്ഷരങ്ങൾ എന്നുള്ള ഭാഗത്തിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങളത് തീർച്ചയായും കാണുക. കാരണം അക്ഷരങ്ങൾ എന്താണെന്ന് അറിഞ്ഞിരിക്കാതെ നിങ്ങൾ ചേർത്തെഴുതുക എന്താണ് പിരിച്ചെഴുതുക എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ സന്ധികളെ കുറിച്ച് നമ്മൾ പഠിച്ചിരുന്നു. ഏതൊക്കെയാണ് സന്ധികൾ? 4 തരം സന്ധികളാണുള്ളത്. ആഗമസന്ധി, ആദേശസന്ധി, ദ്വിത്വസന്ധി, അതുപോലെ ലോപസന്ധി. ഇനി നമുക്ക് പഠിച്ചെടുക്കാനുള്ളത് സംസ്കൃത സന്ധികളാണ്. അപ്പോൾ 2-3 സംസ്കൃത സന്ധികളുണ്ട്, അതും കൂടെ നമുക്കിനി പഠിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. നിങ്ങൾക്ക് മലയാളം ക്ലാസ്സുകൾ യൂട്യൂബിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ബ്രിസ്റ്റു ലേണിംഗ് ആപ്പിലും അവൈലബിൾ ആണ്. അപ്പോൾ തുടർച്ചയായിട്ട് മലയാളം ക്ലാസ്സസ് കാണാനായി ബ്രിസ്റ്റു ലേണിംഗ് ആപ്പ് ഉപയോഗിക്കുക. ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഫ്രണ്ട് പേജിൽ തന്നെ ബ്രിസ്റ്റു പ്ലസ് എന്നൊരു ഓപ്ഷൻ കാണാം. ഇവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു പേജ് ആയിരിക്കും വരിക. അവിടെ മലയാളം എന്ന് കാണിക്കും. മലയാളത്തിൽ ക്ലിക്ക് ചെയ്യുക. എല്ലാ മലയാളം ക്ലാസ്സസും നിങ്ങൾ ഫോളോ ചെയ്യുക. അതുകൂടാതെ നിങ്ങൾക്ക് ജനറൽ ഇംഗ്ലീഷ് ക്ലാസ് ഉണ്ട്, മാത്സ് ക്ലാസ് ഉണ്ട്, പെഡഗോജി ക്ലാസ്സസ് എല്ലാം നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ സ്റ്റഡി മെറ്റീരിയൽസ് എല്ലാം അവൈലബിൾ ആണ്. നന്നായിട്ട് പഠിച്ചെടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം. ആദ്യത്തേത് സ്വരസന്ധിയാണ്. സംസ്കൃത സന്ധിയിൽ നമുക്ക് ആദ്യം പഠിക്കാനുള്ളത് സ്വരസന്ധിയാണ്. അപ്പോൾ എന്താണ് സ്വരസന്ധി? സ്വരവർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോഴുണ്ടാകുന്ന വർണ്ണമാറ്റമാണ് സ്വരസന്ധിക്ക് അടിസ്ഥാനം. സ്വരവർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോഴുണ്ടാകുന്ന വർണ്ണമാറ്റമാണ് സ്വരസന്ധിക്ക് അടിസ്ഥാനം. സ്വരവർണ്ണങ്ങൾ എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? സ്വരാക്ഷരങ്ങളാണല്ലേ, സ്വരാക്ഷരങ്ങൾ ഏതാണെന്ന് പറഞ്ഞിരുന്നു. അതുപോലെ 2 സ്വരങ്ങളുടെ ചേർച്ചയാണ് ഇവിടെ സംഭവിക്കുന്നത്. എന്താണ്? 2 സ്വരങ്ങളുടെ ചേർച്ചയാണ് ഇവിടെ സംഭവിക്കുന്നത്. ആ എന്നൊരു സ്വരമാണ്, അതുപോലെ ആ എന്നൊരു സ്വരമാണ്. ഈ 2 സ്വരങ്ങളുടെയും ചേർച്ചയാണ് എന്ത് ഇവിടെ സംഭവിക്കുന്നത്? മറ്റൊരു വർണ്ണമാറ്റത്തിലേക്ക് കൊണ്ടുപോകുന്നത്. അതായത് സ്വരവർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോഴുണ്ടാകുന്ന വർണ്ണമാറ്റമാണ് സ്വരസന്ധിക്ക് അടിസ്ഥാനം. ആ എന്നൊരു സ്വരമാണ്, ആ എന്നൊരു സ്വരമാണ്. ഇവ തമ്മിൽ കൂടിച്ചേരുമ്പോൾ മറ്റൊരു വർണ്ണമാറ്റം അവിടെ സംഭവിക്കുന്നു. അപ്പോൾ സ്വരസന്ധിയെ നമുക്ക് 3 തിരിക്കാം. അതിലൊന്ന് സവർണസന്ധി അല്ലെങ്കിൽ ദീർഘസന്ധി. എന്താണ്? സവർണസന്ധി അഥവാ ദീർഘസന്ധി എന്ന് പറയും. ഇതിലൊരു റൂള് പഠിച്ചു വെക്കാനുണ്ട്. ഈ ഒരു ടേബിൾ നിങ്ങൾ നിർബന്ധമായും പഠിച്ചു വെക്കുക. ഇതൊരു റൂളാണ്. കാരണം സ്വരസന്ധി പഠിച്ചെടുക്കണമെങ്കിൽ നിങ്ങൾ ഈ നിയമം അറിഞ്ഞു വെക്കണം. അപ്പോൾ 2 സ്വരവർണ്ണങ്ങൾ ചേരുമ്പോഴുണ്ടാകുന്ന വർണ്ണമാറ്റമാണ് സ്വരസന്ധി എന്ന് പറഞ്ഞു. ഇതാണ് 2 സ്വരവർണ്ണങ്ങൾ. ആ എന്നൊരു സ്വരമാണ്, ആ എന്നൊരു സ്വരമാണ്. ഇവ തമ്മിൽ ചേരുമ്പോൾ അവിടെ ഒരു വർണ്ണമാറ്റം സംഭവിക്കുന്നു. എന്തായി? ആ പ്ലസ് ആ എന്നുള്ളത് ആ എന്നായി. അടുത്തത് ആ പ്ലസ് ആ എന്നത് ആ എന്നായി. അടുത്തത് ഇ പ്ലസ് ഇ എന്നത് ഈ എന്നായി. ഇ പ്ലസ് ഇ എന്നത് ഈ എന്നായി. ഉ പ്ലസ് ഉ എന്നത് ഊ എന്നായി. അപ്പോൾ 2 സ്വരങ്ങൾ തമ്മിൽ കൂടിച്ചേരുമ്പോൾ അവിടെ എന്താണ്? വർണ്ണമാറ്റം സംഭവിക്കുന്നു. ഈ ടേബിൾ നിർബന്ധമായും പഠിച്ചു വെക്കുക. നമുക്ക് ഉദാഹരണത്തിലേക്ക് പോവാം. വിദ്യ പ്ലസ് ആലയം. വിദ്യ പ്ലസ് ആലയം എന്നത് എന്താണ്? ഒരു പിരിച്ചെഴുതിയ വാക്കുകളാണ്, 2 പദങ്ങളാണ്. പിരിച്ചെഴുതിയ 2 പദങ്ങളാണ്. ഇവ കൂടിച്ചേർത്തപ്പോൾ ഏതാ വരിക? വിദ്യാലയം എന്നാണ് വരിക. വിദ്യാലയം. എന്താണ് ഇവിടെ സംഭവിച്ചത്? വിദ്യ എന്ന് പറയുമ്പോൾ ഇവിടെ സ്വരം ആ ആണ് വരിക. വിദ്യ എന്ന് പറയുമ്പോൾ അവിടെ സ്വരം വരുന്നത് ആ എന്നുള്ള സ്വരമാണ്. അതുപോലെ പ്ലസിനു ശേഷം എന്താണ് വന്നിരിക്കുന്നത്? പ്ലസിനു ശേഷം ആ എന്നുള്ള ഒരു സ്വരമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആ പ്ലസ് ആ എന്നത് എന്തായി മാറും? ആ എന്നായി മാറും. അപ്പോൾ വിദ്യ പ്ലസ് ആലയം എന്നുള്ളത് വിദ്യാലയം എന്നായി. ആ എന്നുള്ളതിൻ്റെ ചിഹ്നമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. വിദ്യ പ്ലസ് ആലയം എന്നത് വിദ്യാലയം എന്നായി. അടുത്ത നോക്കാം. വിദ്യ എന്ന് പറയുമ്പോൾ അവിടെ ആ എന്നുള്ള സ്വരമാണ്. അതുപോലെ അഭ്യാസം എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ്? ആ എന്നുള്ളൊരു സ്വരമാണ്. ആ പ്ലസ് ആ എന്താണ്?
ആ എന്നാണ്. അപ്പോൾ വിദ്യ പ്ലസ് അഭ്യാസം എന്നത് വിദ്യാഭ്യാസം എന്നാവും. വിദ്യ പ്ലസ് അഭ്യാസം എന്നത് വിദ്യാഭ്യാസം എന്നാവും. ഇവിടെ ചിഹ്ന രൂപത്തിലാണ് വരുന്നത്. സ്വരം എങ്ങനെയാണ്? ചിഹ്ന രൂപത്തിലാണ് വരുന്നത്. വിദ്യ പ്ലസ് അഭ്യാസം എന്നത് വിദ്യാഭ്യാസം എന്നാവും. അടുത്ത ഉദാഹരണം നോക്കാം. ഗജ പ്ലസ് ആനനം. ഗജ പ്ലസ് ആനനം എന്നത് ഗജാനനം. ഏത് സന്ധിക്ക് ഉദാഹരണമാണ്? സവർണ സന്ധി അല്ലെങ്കിൽ ദീർഘസന്ധിക്ക് ഉദാഹരണമാണ്. ഗജ പ്ലസ് ആനനം ഗജാനനം. സന്ധി ചോദിക്കാറില്ല. ജസ്റ്റ് അതിൻ്റെ റൂൾ ഒന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. എങ്ങനെയാണ് പിരിച്ചെഴുതുന്നത്, എങ്ങനെയാണ് ചേർത്തെഴുതുന്നത് എന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഗജ പ്ലസ് ആനനം എന്നത് എന്താണ്? ഗജാനനം. ഇവിടെയും എന്താണ്? ആ എന്നുള്ള സ്വരമാണ്. ഗജ എന്ന് പറയുമ്പോൾ ആ എന്നുള്ള സ്വരമാണ്. പ്ലസ് ഏതാണ്? ആനനം. ആ എന്നുള്ള സ്വരമാണ് പ്ലസിന് ശേഷം വന്നിരിക്കുന്നത്. ആ പ്ലസ് ആ എന്നത് ആ എന്നായി മാറി. ഗജ പ്ലസ് ആനനം എന്നത് ഗജാനനം എന്നായി. ഗജ എടുത്തെഴുതി. അതുപോലെ ആ പ്ലസ് ആ എന്നത് ആ എന്നായി. ആയിൻ്റെ ചിഹ്നമാണിത്. അതെടുത്തെഴുതി. നനം എന്നത് എടുത്തെഴുതി. ഗജ പ്ലസ് ആനനം എന്നത് ഗജാനനം. അടുത്തത് ഗുരു പ്ലസ് ഉപദേശം. ഗുരു പ്ലസ് ഉപദേശം എന്നത് ഗുരുപദേശം. ഇവിടെ ഗുരു എന്ന് പറയുമ്പോൾ ഉ എന്നുള്ള സ്വരമാണ്. അതുപോലെ പ്ലസിനു ശേഷം വന്നത് എന്താണ്? ഉ എന്നുള്ള സ്വരമാണ്. ഉ പ്ലസ് ഉ എന്താണ്? ഉ എന്നാണ് പഠിച്ചത്. അപ്പോൾ ഉ പ്ലസ് ഉ എന്നത് ഉ എന്നായി. ഗുരു പ്ലസ് ഉപദേശം എന്നത് ഗുരുപദേശം എന്നായി. ഉ എന്നതിൻ്റെ ചിഹ്നമാണ് ഇവിടെ വന്നത്. അടുത്ത നോക്കാം. കരി പ്ലസ് ഇന്ദ്രൻ. കരി പ്ലസ് ഇന്ദ്രൻ എന്നത് കരീന്ദ്രൻ എന്നായി. കരി പ്ലസ് ഇന്ദ്രൻ എന്നത് കരീന്ദ്രൻ. കരി എന്ന് പറയുമ്പോൾ ഈ ചിഹ്നമാണ് വന്നിരിക്കുന്നത്. ഈ എന്ന സ്വരമാണ് വന്നിരിക്കുന്നത്. ഈ പ്ലസ് ഈ എന്നത് ഈ എന്നായി. കരി പ്ലസ് ഇന്ദ്രൻ എന്നത് കരീന്ദ്രൻ. അടുത്ത് നോക്കാം. ഗിരി പ്ലസ് ഈശൻ. ഗിരി പ്ലസ് ഈശൻ എന്നത് ഗിരീശൻ എന്നായി. അഭി പ്ലസ് ഇഷ്ടം എന്നത് അഭീഷ്ടം. ഇവിടെയെല്ലാം അവസാനം എന്താണ്? പൂർവ്വപദത്തിൻ്റെ അവസാനം ഈ എന്നുള്ള സ്വരവും പ്ലസിനു ശേഷം എന്താണ് വന്നിരിക്കുന്നത്? അവിടെയും സ്വരം തന്നെയാണ്. ഈ എന്നുള്ള സ്വരമാണ് വന്നത്. ഇ പ്ലസ് ഇ എന്നത് എന്തായി? ഈ എന്നായി. അപ്പം നിങ്ങൾ നിർബന്ധമായും ഈ ഒരു നിയമം മനസ്സിലാക്കി വെക്കുക. സവർണസന്ധി അഥവാ ദീർഘസന്ധിയുടെ നിയമം മനസ്സിലാക്കി വെക്കുക. അടുത്തത് നോക്കാം. ബാനു പ്ലസ് ഉക്തി. ബാനു പ്ലസ് ഉക്തി എന്നത് ബാനൂക്തി എന്നായി. ബാനു പ്ലസ് ഉക്തി എന്നത് ബാനൂക്തി എന്നായി. ബാനു എന്ന് പറയുമ്പോൾ ഇവിടെ അവസാനം ഏതാണ്? ഉ എന്നുള്ള സ്വരമാണ്. ഉ പ്ലസ് ഉ എന്നത് ഉ എന്നായി. ബാനൂക്തി. പര പ്ലസ് അധീനം. പര പ്ലസ് അധീനം എന്നത് പരാധീനം എന്നായി. പരാധീനം. പര ആ എന്നതാണ് ഇവിടെ സ്വരം. അതുപോലെ ആ സ്വരം കൂടി ചേർന്നപ്പോൾ എന്തായി? ആ എന്നായി. അപ്പോൾ പര പ്ലസ് അധീനം എന്നത് പരാധീനം എന്നായി. അടുത്ത നോക്കാം. രാജ്യ പ്ലസ് അവകാശി. രാജ്യ പ്ലസ് അവകാശി രാജ്യാവകാശി. ലോക പ്ലസ് അവസാനം എന്താണ്? ലോകാവസാനം. ലോക പ്ലസ് അവസാനം ലോകാവസാനം. യതി പ്ലസ് ഇന്ദ്രൻ. യതി പ്ലസ് ഇന്ദ്രൻ എന്നത് യതീന്ദ്രൻ. അപ്പം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിയമം നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. അതിനുശേഷം നിങ്ങൾക്ക് വരുന്ന ഓരോ ഉദാഹരണങ്ങളും നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിരിക്കും. യതി പ്ലസ് ഇന്ദ്രൻ എന്നത് യതീന്ദ്രൻ. സൂര്യ പ്ലസ് ആരാധന എന്നത് സൂര്യാരാധന. സൂര്യ പ്ലസ് ആരാധന എന്താണ്? സൂര്യാരാധന എന്നാണ്. കാല പ്ലസ് അഹി എന്നത് കാലാഹി എന്നായി. കാല പ്ലസ് അഹി കാലാഹി. അടുത്തത് നോക്കാം. സന്തുലിത പ്ലസ് അവസ്ഥ. സന്തുലിത പ്ലസ് അവസ്ഥ എന്നത് സന്തുലിതാവസ്ഥ. സന്തുലിതാവസ്ഥ. സന്തുലിത എന്ന് പറയുമ്പോൾ ആ സ്വരമാണ് വന്നത്. അടുത്തത് ജന പ്ലസ് ആവലി. ജന പ്ലസ് ആവലി ജനാവലി. ജന പ്ലസ് ആവലി എന്നത് ജനാവലി. അടുത്തത് ദേവ പ്ലസ് ആലയം. ദേവ പ്ലസ് ആലയം എന്താണ്? ദേവാലയം. ദേവാലയം. ആ പ്ലസ് ആയാണ് ആ. അടുത്തത് ശ്രദ്ധ പ്ലസ് അർഹം. ശ്രദ്ധ പ്ലസ് അർഹം എന്നത് ശ്രദ്ധാർഹം എന്നായി. ശ്രദ്ധ പ്ലസ് അർഹം എന്നത് ശ്രദ്ധാർഹം എന്നായി. അടുത്ത ദേഹ പ്ലസ് അഭിമാനം. ദേഹ പ്ലസ് അഭിമാനം എന്നത് ദേഹാഭിമാനം എന്നായി. അപ്പൊ ദേഹാഭിമാനം പിരിച്ചെഴുതാൻ ചോദിച്ചാൽ എങ്ങനെ എഴുതും? ദേഹ പ്ലസ് അഭിമാനമാണ് ദേഹാഭിമാനം. ദേഹ പ്ലസ് അഭിമാനമാണ് ദേഹാഭിമാനം. ചേർത്തെഴുതുക പഠിക്കുമ്പോൾ നമ്മൾ കൂടെ പിരിച്ചെഴുതുകയും പഠിച്ചു പോകുന്നുണ്ട്. നമുക്ക് ചേർത്തെഴുതുക മനസ്സിലായാൽ എന്താണ്? പിരിച്ചെഴുതാനും നമുക്ക് കിട്ടും.
അടുത്ത നവ പ്ലസ് ആഗതൻ. നവ പ്ലസ് ആഗതൻ എന്നത് നവാഗതൻ. നവ പ്ലസ് ആഗതൻ എന്നത് നവാഗതൻ. അടുത്ത നോക്കാം, നിമിഷ പ്ലസ് അർത്ഥം. നിമിഷ പ്ലസ് അർത്ഥം എന്നത് നിമിഷാർത്ഥം. നിമിഷ പ്ലസ് അർത്ഥം നിമിഷാർത്ഥം. പവന പ്ലസ് ആത്മജൻ എന്നത് എന്തായി? പവനാത്മജൻ എന്നായി. പവന പ്ലസ് ആത്മജൻ എന്നത് പവനാത്മജൻ. അടുത്തത് സഹസ്ര പ്ലസ് അബ്ദം. സഹസ്ര പ്ലസ് അബ്ദം എന്നത് സഹസ്രാബ്ദം. സഹസ്ര പ്ലസ് അബ്ദം സഹസ്രാബ്ദം. ഇവിടെ എന്ത് വന്നു? സഹസ്ര എന്ന് പറയുമ്പോൾ ആ എന്നുള്ള സ്വരമാണ് വന്നത്. ആ പ്ലസ് ആയാണ് കൂടിച്ചേർന്ന് മറ്റൊരു വർണ്ണമായി. അടുത്തത് സ പ്ലസ് അഭിമാനം എന്താണ്? സാഭിമാനം. സ പ്ലസ് അഭിമാനം സാഭിമാനം. അടുത്ത നോക്കാം, സൂര്യ പ്ലസ് അസ്തമയം. സൂര്യ പ്ലസ് അസ്തമയം എന്നത് സൂര്യാസ്തമയം എന്നായി. സൂര്യ പ്ലസ് അസ്തമയം എന്നത് സൂര്യാസ്തമയം. അടുത്ത ആനദ പ്ലസ് ആസ്യ. ആനദ പ്ലസ് ആസ്യ എന്നുള്ളത് ആനദാസ്യ. ആനദ പ്ലസ് ആസ്യ ആനദാസ്യ. അടുത്തത് നോക്കാം, അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് ഗുണസന്ധിയാണ്. അപ്പൊ സവർണസന്ധി അല്ലെങ്കിൽ ദീർഘസന്ധിയിൽ ഏതൊക്കെയാണ് വരിക? സമാനമായ രണ്ട് ഹ്രസ്വസ്വരങ്ങളോ സമാനമായ രണ്ട് ദീർഘസ്വരങ്ങളോ അല്ലെങ്കിൽ ഒരു ഹ്രസ്വസ്വരവും ഒരു ദീർഘസ്വരവും വന്നാൽ അത് ഏതായിരിക്കും വരിക? ദീർഘസ്വരത്തിലായിരിക്കും വരിക. ഓക്കെ, അപ്പൊ ഇത്രയും നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. അടുത്തത് നമുക്ക് ഗുണസന്ധി പഠിച്ചെടുക്കാം. എന്താണ് ഗുണസന്ധി? ആ, ആ എന്നീ വർണ്ണങ്ങൾക്ക് ശേഷം ഇ, ഉ, ഋ എന്നീ വർണ്ണങ്ങൾ വന്നാൽ അവ യഥാക്രമം എങ്ങനെയാവും? എ, ഓ, ആർ എന്നിങ്ങനെ മാറും. അപ്പോൾ ആ, ആ എന്നീ സ്വരങ്ങൾക്ക് ശേഷം ഇ, ഉ, ഋ എന്നീ വർണ്ണങ്ങൾ വന്നാൽ എ, ഓ, ആർ എന്നാവും. ഇത്രയും ഓർത്ത് വെക്കുക. ഈ ഒരു ടേബിൾ നിങ്ങൾ പഠിച്ചു വെക്കുക. ഗുണസന്ധിയിൽ ഈ ഒരു ടേബിൾ നിങ്ങൾ പഠിച്ചു വെക്കുക. ഉദാഹരണം നോക്കാം. യഥാ പ്ലസ് ഇഷ്ടം. യഥാ പ്ലസ് ഇഷ്ടം എന്നത് എന്തായി മാറും? യഥേഷ്ടം എന്നാവും. യഥാ പ്ലസ് ഇഷ്ടം എന്നത് യഥേഷ്ടം എന്നാകും. ഇവിടെ ആ എന്നുള്ളൊരു സ്വരമാണ് വന്നത്. യഥാ എന്ന് പറയുമ്പോൾ ആ എന്നുള്ള സ്വരമാണ് വന്നത്. അതുപോലെ ഏതാണ് കൂടിച്ചേർന്നത്? ഈ എന്നുള്ള ഒരു സ്വരമാണ് കൂടിച്ചേർന്നത്. ആ എന്നുള്ള ഒരു സ്വരവും ഈ എന്നുള്ളൊരു സ്വരമാണ് കൂടിച്ചേർന്നത്. അപ്പൊ അവിടെ എന്തായി മാറി? അത് യഥാക്രമം എ എന്നായി മാറും. ആ എന്നുള്ള സ്വരവും ഈ എന്നുള്ള ഒരു സ്വരവും കൂടിച്ചേരുമ്പോൾ എ എന്നുള്ളൊരു സ്വരമായി മാറും. യഥാ പ്ലസ് ഇഷ്ടം എന്നത് ഏതായി മാറി? യഥേഷ്ടം എന്നായി മാറി. യഥാ പ്ലസ് ഇഷ്ടം എന്നത് യഥേഷ്ടം എന്നായി മാറി. എ എന്നുള്ള സ്വരമായി മാറി. അടുത്ത ചന്ദ്ര പ്ലസ് ഉദയം എന്താണ്? ചന്ദ്രോദയം. ചന്ദ്ര പ്ലസ് ഉദയം എന്നത് ചന്ദ്രോദയം. ഇവിടെ ആ എന്നുള്ള സ്വരമാണ് വന്നിരിക്കുന്നത്. ചന്ദ്ര എന്ന് പറയുമ്പോൾ ആ എന്നുള്ള സ്വരമാണ്. പ്ലസിനു ശേഷം എന്താണ് വന്നത്? ഉ എന്നുള്ളൊരു സ്വരമാണ് വന്നത്. അപ്പോൾ ആ എന്നീ സ്വരങ്ങൾക്ക് ശേഷം ആ, ഉ, ഋ വന്നാൽ അത് എന്തായി മാറും? എ, ഓ, ആർ എന്നിങ്ങനെയായി മാറും. അപ്പോൾ ഇവിടെ ആ പ്ലസ് ഉ എന്നത് ഓ എന്നായി മാറും. ചന്ദ്ര പ്ലസ് ഉദയം എന്നത് ഇവിടെ ഓ എന്നായി മാറുമ്പോൾ ചന്ദ്രോദയം എന്നായി മാറും. എന്താണ്? ചന്ദ്രോദയം എന്നായി മാറും. അടുത്ത ഉദാഹരണം നോക്കാം. സൂര്യ പ്ലസ് ഉദയം. സൂര്യ പ്ലസ് ഉദയം സൂര്യോദയം. ചന്ദ്ര പ്ലസ് ഉദയം എന്നത് ചന്ദ്രോദയം. സൂര്യ പ്ലസ് ഉദയം എന്നത് സൂര്യോദയം. ഇവിടെ സൂര്യ എന്ന് പറയുമ്പോൾ ആ എന്നുള്ള സ്വരമാണ്. അതുപോലെ പ്ലസിനു ശേഷം വന്നിരിക്കുന്നത് ഉ എന്നുള്ള സ്വരമാണ്. ആ പ്ലസ് ഉ എന്നത് എന്തായി മാറും? ഓ എന്നായി മാറും. സൂര്യ എന്നുള്ളത് എടുത്തെഴുതി ഓ എന്നായി മാറില്ലേ? ആ പ്ലസ് ഉ എന്നത് ഓ എന്നായി മാറില്ലേ? അപ്പോൾ ഓയിൻ്റെ ചിഹ്നം ഇവിടെ ഇട്ടു. സൂര്യ പ്ലസ് ഉദയം എന്നത് സൂര്യോദയം എന്നായി. അടുത്തത് നമുക്ക് നോക്കാം. യഥാ പ്ലസ് ഇഷ്ടം എന്നത് ചേർത്തെഴുതിയാൽ, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, യഥാ പ്ലസ് ഇഷ്ടം എന്നത് ചേർത്തെഴുതിയാൽ കിട്ടുന്ന രൂപം യഥാ ഇഷ്ടം, യഥേഷ്ടം, യഥോഷ്ടം, യഥാ ഇഷ്ടം. യഥാ പ്ലസ് ഇഷ്ടം എന്നത് ചേർത്തെഴുതിയാൽ എങ്ങനെ കിട്ടും? യഥേഷ്ടം. യഥാ പ്ലസ് ഇഷ്ടം എങ്ങനെയാണ്? ആ പ്ലസ് ഈ എന്നത് എ എന്നായി മാറും. യഥാ പ്ലസ് ഇഷ്ടം എന്നത് യഥേഷ്ടം എന്നാവും. അടുത്തത് നോക്കാം. മഹാ പ്ലസ് ഋഷി എന്താണ്? മഹർഷിയാണ്. മഹാഋഷിയല്ല, മഹർഷിയാണ്. മഹാ പ്ലസ് ഋഷി എന്നത് മഹർഷി. ആ എന്നീ സ്വരങ്ങൾക്ക് ശേഷം
ഋ വന്നാൽ അത് യഥാക്രമം ഏതായി മാറും? അർ എന്നായി മാറും. അർ എന്നായി മാറും. അപ്പോൾ ഇവിടെ മഹാ പ്ലസ് ഋഷി എന്നത് മഹർഷി എന്നായി മാറി. ഇർ ആണ് ഇവിടെ വന്നിരിക്കുന്നത്. അർ എന്നുള്ള സ്വരമാണ് വന്നിരിക്കുന്നത്. മഹാ പ്ലസ് ഋഷി എന്നത് മഹർഷി എന്നായി. അടുത്ത ദേവ പ്ലസ് ഋഷി. ദേവ പ്ലസ് ഋഷി എന്നത് ദേവർഷി. ദേവ പ്ലസ് ഋഷി ആ പ്ലസ് ഋ എന്നത് അറായി മാറി. ദേവ പ്ലസ് ഋഷി എന്നത് ദേവർഷി എന്നായി. അടുത്ത നോക്കാം, രാജ പ്ലസ് ഋഷി. രാജ പ്ലസ് ഋഷി എന്നത് രാജർഷി. അപ്പോൾ രാജഋഷി, അതേപോലെ ദേവഋഷി, ഇങ്ങനെയെല്ലാം ചിലപ്പോൾ ഓപ്ഷനിൽ ഉണ്ടായേക്കാം. എഴുതരുത്. രാജ പ്ലസ് ഋഷി രാജർഷി. ദേവ പ്ലസ് ഋഷി എന്നത് ദേവർഷി. മഹാ പ്ലസ് ഋഷി എന്നത് മഹർഷി. അടുത്ത പഞ്ച പ്ലസ് ഇന്ദ്രിയം എന്നത് പഞ്ചേന്ദ്രിയം. ആ പ്ലസ് ഇ എന്നത് എന്തായി മാറി? എ എന്നായി മാറി. പഞ്ച പ്ലസ് ഇന്ദ്രിയം എന്നത് പഞ്ചേന്ദ്രിയം. എ എന്നായി മാറി. പഞ്ചേന്ദ്രിയം എന്നായി. അടുത്തത് നോക്കാം, ഗള പ്ലസ് ഉദരം. ഗള പ്ലസ് ഉദരം എന്നത് ഗളോദരം എന്നായി. ഗളോദരം. ഇവിടെ ല എന്ന് പറയുമ്പോൾ ആ എന്നുള്ള സ്വരമാണ്. അതുപോലെ ആ പ്ലസ് ഉ എന്നത് എന്തായി മാറി? ഓ എന്നായി മാറി. ഗള പ്ലസ് ഉദരം എന്നത് ഗളോദരം എന്നായി. ഗള എടുത്തെഴുതി, അതുപോലെ ഓയിൻ്റെ ചിഹ്നം എടുത്തെഴുതി. അപ്പം ഗളോദരം എന്നായി. അടുത്ത പര പ്ലസ് ഉപകാരം. പര പ്ലസ് ഉപകാരം എന്നത് പരോപകാരം. പര പ്ലസ് ഉപകാരം പരോപകാരം. ആ പ്ലസ് ഉ എന്നത് ഓ എന്നായി മാറി. പര പ്ലസ് ഉപകാരി എന്താണ്? പരോപകാരി. അടുത്തത് നോക്കാം, ഹൃദയ പ്ലസ് ഉന്നതി. ഹൃദയ പ്ലസ് ഉന്നതി ഹൃദയോന്നതി. പാഠ്യ പ്ലസ് ഇതര എന്നത് പാഠ്യേതര. പാഠ്യ പ്ലസ് ഇതര പാഠ്യേതര. എ എന്നുള്ള സ്വരമായി മാറി. പാഠ്യ പ്ലസ് ഇതര എന്നത് പാഠ്യേതര. അപ്പൊ പാഠ്യ ഇതര അല്ല, പാഠ്യേതര എന്നാണ്. അടുത്തത് നോക്കാം, പരമ പ്ലസ് ഈശ്വരൻ. പരമ പ്ലസ് ഈശ്വരൻ എന്നത് പരമേശ്വരൻ. ആ എന്നീ സ്വരങ്ങൾക്ക് ശേഷം ഏതാണ് വന്നത്? ഈ എന്നുള്ള സ്വരമാണ് വന്നത്. പരമ പ്ലസ് ഈശ്വരൻ എന്നത് പരമേശ്വരൻ എന്നായി. മഹാ പ്ലസ് ഇന്ദ്രൻ എന്നത് മഹേന്ദ്രൻ എന്നായി. മഹാ പ്ലസ് ഋഷി എന്നത് മഹർഷിയാണ്. മഹാ പ്ലസ് ഇന്ദ്രൻ എന്നത് എന്താണ്? മഹേന്ദ്രനാണ്. അടുത്ത നയന പ്ലസ് ഇന്ദ്രിയം എന്നത് നയനേന്ദ്രിയമാണ്. നയന പ്ലസ് ഇന്ദ്രിയം എന്നത് നയനേന്ദ്രിയം. അടുത്ത നോക്കാം, നവ പ്ലസ് ഉദ്ധാനം. നവ പ്ലസ് ഉദ്ധാനം നവോത്ഥാനം. നവ പ്ലസ് ഉദ്ധാനം എന്നത് നവോത്ഥാനം. ഇവിടെയും എന്ത് സംഭവിച്ചു? ഓ എന്നുള്ള ചിഹ്നമാണ് വന്നത്. നവ പ്ലസ് ഉദ്ധാനം എന്ന് പറയുമ്പോൾ അവിടെ വർണ്ണം മാറി ഓ എന്നായി. നവ പ്ലസ് ഉദ്ധാനം നവോത്ഥാനം. നിമ്ന പ്ലസ് ഉന്നതം എന്നത് നിമ്നോന്നതം. നിമ്ന പ്ലസ് ഉന്നതം എന്നത് നിമ്നോന്നതം. ലക്ഷ്യ പ്ലസ് ഉന്മുഖം എന്നത് ലക്ഷ്യോന്മുഖം. ലക്ഷ്യോന്മുഖം എന്നായി. ലക്ഷ്യ പ്ലസ് ഉന്മുഖം ലക്ഷ്യോന്മുഖം. അടുത്തത് നോക്കാം, അടുത്തത് വൃദ്ധിസന്ധി. സവർണസന്ധി പഠിച്ചു, അതുപോലെ ഗുണസന്ധി പഠിച്ചു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് വൃദ്ധിസന്ധിയാണ്. അപ്പോൾ സ്വരസന്ധിയിൽ മൂന്നാമത്തത് വൃദ്ധിസന്ധിയാണ് പഠിച്ചെടുക്കുന്നത്. ആ എന്നീ സ്വരങ്ങൾക്ക് ശേഷം എ എ ഐ ഓ ഓ ഔ എന്നിവ വന്നാൽ അവ എ എ ഐ എന്നിവ ഐ എന്നും ഓ ഓ ഔ എന്നിവ ഔ എന്നുമായി മാറും. അപ്പോൾ ഇത് പഠിച്ചു വെക്കുക. എന്താണ്? ആ എന്നീ സ്വരങ്ങൾക്ക് ശേഷം എ എ ഐ അല്ലെങ്കിൽ ഓ ഓ ഔ എന്നിവ വന്നാൽ എ എ ഐ എന്നിവ ഐ എന്നും ഓ ഓ ഔ എന്നിവ ഔ എന്നുമായി മാറും. ഓക്കെ, അപ്പോൾ വൃദ്ധിസന്ധിയിൽ ഇത് പഠിച്ചു വെക്കുക. ഇനി നമുക്ക് ഉദാഹരണം നോക്കാം. അപ്പോൾ ആദ്യത്തേത് ലോക പ്ലസ് ഏകം. ലോക പ്ലസ് ഏകം എന്നത് ലോകൈകം എന്നാവും. എങ്ങനെ? ആ എന്നീ സ്വരങ്ങൾക്ക് ശേഷം എ എ ഐ എന്നിവ വന്നാൽ അത് യഥാക്രമം എന്തായി മാറും? ഐ എന്നായി മാറും. ലോക പ്ലസ് ഏകം എന്നത് ലോകൈകം എന്നാവും. ലോകൈകം എന്നാവും. ലോക പ്ലസ് ഏകം എന്നത് ലോകൈകം എന്നാവും. ലോക പ്ലസ് ഏകശില്പി. ലോക പ്ലസ് ഏകശില്പി എന്നത്
ലോകൈക ശില്പി. ലോക പ്ലസ് ഏകശില്പി, ലോകൈക ശില്പി ആയാണ്. അതിനുശേഷം എന്താണ്? പ്ലസിനു ശേഷം വന്നിരിക്കുന്നത് എ ആണ്. പ്ലസ് എ എന്നത് ഐ എന്നായി മാറും. ലോക പ്ലസ് ഏകശില്പി എന്നത് ലോകൈക ശില്പി എന്നായി. ലോക പ്ലസ് അവസാനം എന്താണ്? ലോകാവസാനമാണ്. അവിടെ ആ പ്ലസ് ആയാണ് വന്നത്. ഇവിടെ എന്താ സംഭവിച്ചത്? ആ പ്ലസ് എ ആണ് വന്നിരിക്കുന്നത്. അടുത്ത നോക്കാം, സദാ പ്ലസ് ഏവ. സദാ പ്ലസ് ഏവ എന്നത് സദൈവ എന്നായി. സദാ പ്ലസ് ഏവ എന്നത് സദൈവ. ആ എന്നുള്ള സ്വരമാണ്. പ്ലസിനു ശേഷം എന്താണ്? എ ആണ് വന്നിരിക്കുന്നത്. സദാ പ്ലസ് ഏവ എന്നത് സദൈവ എന്നായി. യഥാ പ്ലസ് ഏവ എന്നത് യഥൈവ എന്നായി. തഥാ പ്ലസ് ഏവ എന്നത് തദൈവ എന്നായി. അടുത്തത് തത്ര പ്ലസ് ഏവ. തത്ര പ്ലസ് ഏവ തത്രൈവ. തഥാ പ്ലസ് ഏവ എന്നത് തദൈവ. അപ്പോൾ ഇതൊരു തദൈവയാണ്, അതുപോലെ ഇതും തഥാ ആണ്. അപ്പോൾ ഈ രണ്ട് തഥാ തമ്മിലുള്ള വ്യത്യാസം എന്താണ് വരുന്നത്? ഇത് ഈ തദൈവ അതുപോലെ തന്നെ എന്ന അർത്ഥത്തിൽ, ഈ തദൈവയോ അപ്പോൾ തന്നെ എന്ന അർത്ഥത്തിലാണ് വരുന്നത്. അപ്പോൾ സദാ പ്ലസ് ഏവ സദൈവ, തഥാ പ്ലസ് ഏവ തദൈവ, യഥാ പ്ലസ് ഏവ എന്നത് യഥൈവ, തത്ര പ്ലസ് ഏവ എന്നത് തത്രൈവ. അടുത്ത സിദ്ധ പ്ലസ് ഔഷധം. സിദ്ധ പ്ലസ് ഔഷധം എന്നത് സിദ്ധൌഷധം. സിദ്ധ പ്ലസ് ഔഷധം എന്നത് സിദ്ധൌഷധം എന്നാണ്. സിദ്ധ പ്ലസ് ഔഷധം സിദ്ധൌഷധം. ആ പ്ലസ് ഔ എന്നത് എന്തായി മാറും? ഔ എന്നായി മാറും. സിദ്ധ പ്ലസ് ഔഷധം എന്നത് സിദ്ധൌഷധം എന്നായി. ദോഷ പ്ലസ് ഏകദൃക്ക്. ദോഷ പ്ലസ് ഏകദൃക്ക് എന്നത് ദോഷൈക ദൃക്ക്. ദോഷ പ്ലസ് ഏകദൃക്ക് ദോഷൈക ദൃക്ക്. അടുത്തത് ഏക പ്ലസ് ഏക. ഏക പ്ലസ് ഏക ഏകയേകയല്ല ഏകൈക എന്നാണ്. ഏക പ്ലസ് ഏക എന്നത് ഏകൈക. മോഹ പ്ലസ് ഏകം. മോഹ പ്ലസ് ഏകം മോഹൈകം. മോഹ പ്ലസ് ഏകം എന്നത് മോഹൈകം. അടുത്തത് ഭാവ പ്ലസ് ഐക്യം. ഭാവ പ്ലസ് ഐക്യം എന്നത് ഭാവൈക്യം എന്നായി. സമ പ്ലസ് ഐക്യം എന്നത് സമൈക്യം. അടുത്തത് എൺസന്ധി. എൺസന്ധി നോക്കാം. ഇ ഉ ഋ എന്നീ സ്വരങ്ങൾക്ക് ശേഷം സ്വരം വന്നാൽ അവ യഥാക്രമം യ വ റ എന്നായി മാറും. അതായത് ഇ ഉ ഋ എന്നീ സ്വരങ്ങൾക്ക് ശേഷം സ്വരാക്ഷരങ്ങൾ വന്നാൽ ആ എന്നിവ വന്നാൽ യ വ റ എന്നിവയായി മാറും. യ വ റ അതായത് യ് ഋ എന്നായി മാറും. അപ്പോൾ ഈ ഒരു നിയമവും നിങ്ങൾ പഠിച്ചു വെക്കുക. എൺസന്ധിയിലെ നിയമമാണ്, പഠിച്ചു വെക്കുക. നമുക്ക് ഉദാഹരണങ്ങൾ നോക്കാം. അതി പ്ലസ് അന്തം. അതി പ്ലസ് അന്തം എന്നത് അത്യന്തം എന്നാവും. അതി പ്ലസ് അന്തം എന്നത് അത്യന്തം. ഇവിടെ ഈ എന്നുള്ള സ്വരമാണ് വന്നത്. പ്ലസിനു ശേഷം എന്താണ്? ആ എന്നുള്ള സ്വരമാണ് വന്നത്. ഈ പ്ലസ് ആ എന്നത് യഥാക്രമം എന്തായി മാറും? യ എന്നായി മാറും. യാ എന്നുള്ള വർണ്ണം അവിടെ വരും. അപ്പോൾ അതി പ്ലസ് അന്തം എന്നത് എന്തായി മാറി? അത്യന്തം എന്നായി മാറി. അത്യന്തം എന്നായി മാറി. അതുപോലെ അതി പ്ലസ് ആഗ്രഹം എന്നത് അത്യാഗ്രഹം എന്നായി. അതി പ്ലസ് ആഗ്രഹം അത്യാഗ്രഹം. അതി എന്ന് പറയുമ്പോൾ ഈ എന്നുള്ള സ്വരമാണ്. പ്ലസിനു ശേഷം എന്താണ്? ആ എന്നുള്ള സ്വരമാണ് വന്നത്. ഈ പ്ലസ് ആ എന്നത് ഈ ആണ് വരിക. ഇവിടെ അത്യാഗ്രഹം എന്നായി. ത്യാ എന്ന് പറയുമ്പോൾ എങ്ങനെ പിരിച്ചെഴുതുക? ത്യാ എന്നതിനെ പിരിക്കുമ്പോൾ നമുക്ക് ത് പ്ലസ് യ് പ്ലസ് ആ ആണ് ഏത്? ത്യാ എന്നത്. അപ്പോൾ അതി പ്ലസ് ആഗ്രഹം എന്നത് എന്തായി? അത്യാഗ്രഹം എന്നായി. ത്യാ എന്ന് പറയുമ്പോൾ ത് പ്ലസ് യ് പ്ലസ് ആയാണ് അത്യാഗ്രഹം. അടുത്തത് നോക്കാം. ഇതി പ്ലസ് ആദി. ഇതി പ്ലസ് ആദി എന്നത് ഇത്യാദി എന്നായി. ഇതി എന്ന് പറയുമ്പോൾ ഈ എന്നുള്ള സ്വരമാണ്. അതിനുശേഷം പ്ലസിനു ശേഷം എന്താണ്? ആ എന്നുള്ള സ്വരമാണ് വന്നത്. അത് യഥാക്രമം എന്തായി മാറും? യ എന്നായി മാറും. ഇത്യ. യാ എന്നതിൻ്റെ ചിഹ്നം എന്താണ്? ഇത് യാ എന്നതിൻ്റെ ചിഹ്നമാണ്. ഇത് ആ എന്നതിൻ്റെ ചിഹ്നമാണ്. ത് പ്ലസ് യ പ്ലസ് ആയാണ് ഏതായി മാറുന്നത്? ത്യാ എന്നായി മാറുന്നത്. അടുത്ത അതി പ്ലസ് ഉത്സാഹം എന്നത് അത്യുത്സാഹം. അത്യുത്സാഹം. ഈ പ്ലസ് ഉ എന്നത് എന്തായി മാറി? അത് യു എന്നായി മാറി.
ഇ പ്ലസ് ഉ എന്നത് യു എന്നായി മാറി. അപ്പൊ അതി പ്ലസ് ഉത്സാഹം എന്നത് അത്യുത്സാഹം എന്നായി ചിഹ്നരൂപത്തിൽ ഇവിടെ വന്നു. അടുത്തത് നോക്കാം. അതി പ്ലസ് അധ്വാനം, അതി പ്ലസ് അധ്വാനം അത്യധ്വാനം, അതി പ്ലസ് അധ്വാനം എന്നത് അത്യധ്വാനം. ഇവിടെയും എന്താണ്? ഇ പ്ലസ് ആ എന്നത് ഏതായി? യാ എന്നായി മാറി. അപ്പോൾ ത്യാ എന്നാണ് വന്നത്. ത് പ്ലസ് യ പ്ലസ് ആ എന്നത് ത്യാ, ത്യാ എന്നല്ല ആ എന്നുള്ള ഹ്രസ്വസ്വരമാണ് അവിടെ ഉള്ളത്. അപ്പോൾ അതി പ്ലസ് അധ്വാനം എന്നത് അത്യധ്വാനം എന്നായി. അടുത്ത അണു പ്ലസ് ആയുധം, അണു പ്ലസ് ആയുധം എന്നത് അണ്വായുധം. ഇവിടെ ഉ പ്ലസ് ആ എന്നത് ഏതായി മാറും? അത് വ് എന്നായി മാറും. ഉ പ്ലസ് ആ എന്നത് വ് എന്നായി മാറും. അണു പ്ലസ് ആയുധം എന്നത് അണ്വായുധം എന്നായി. ഇത് നമുക്ക് പദശുദ്ധിയിൽ ചോദിക്കാറുണ്ട്. അണ്വായുധം, അണുവായുധമല്ല അണ്വായുധമാണ്. അണു പ്ലസ് ആയുധം എന്നത് അണ്വായുധം. ഇത് ഏതിൻ്റെ ചിഹ്നമാണ്? വാ എന്നതിൻ്റെ ചിഹ്നമാണ്. അപ്പോൾ യാ എന്നതിൻ്റെ ചിഹ്നവും വാ എന്നതിൻ്റെ ചിഹ്നവും മനസ്സിലാക്കി വെക്കുക. അണു പ്ലസ് ആയുധമാണ് ഏതായി മാറിയത്? അണ്വായുധം എന്നായി മാറിയത്. ണ്വാ എന്നതിന് പിരിക്കുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടുക? നോ എന്നതിന് പിരിക്കുമ്പോൾ ന് പ്ലസ് വ് പ്ലസ് ആയാണ് ഏത്? ണ്വാ എന്നുള്ളത്. ണ്വാ എന്നുള്ളത് ന് പ്ലസ് വ് പ്ലസ് ആയാണ്. അടുത്ത നോക്കാം. മാതൃ പ്ലസ് അർപ്പിതം, മാതൃ പ്ലസ് അർപ്പിതം എന്നത് മാത്രാർപ്പിതം, മാതൃ പ്ലസ് അർപ്പിതം എന്നത് മാത്രാർപ്പിതം. അടുത്ത പിതൃ പ്ലസ് ആജ്ഞ എന്താണ്? പിത്രാജ്ഞ. ഇവിടെ റ് എന്നുള്ള സ്വരമാണ് വന്നത്. അതിനുശേഷം എന്താണ്? പ്ലസിനു ശേഷം ആ അല്ലെങ്കിൽ ആ എന്നുള്ള സ്വരമാണ് വന്നത്. റ് പ്ലസ് ആ എന്നത് അത് യഥാക്രമം എന്തായി മാറും? റാ എന്നായി മാറും. റാ എന്നായി മാറും. പിതൃ പ്ലസ് ആജ്ഞ എന്നത് പിത്രാജ്ഞ എന്നായി. മാതൃ പ്ലസ് അർപ്പിതം എന്നത് മാത്രാർപ്പിതം എന്നായി. എങ്ങനെ മാറി? ത്ര ത് പ്ലസ് റ് പ്ലസ് ആ എന്നത് ത്ര എന്നായി. ത്ര എന്നായി മാറി. പിത്രാജ്ഞ എന്നായി. അടുത്ത നോക്കാം. അതി പ്ലസ് അല്പം, അതി പ്ലസ് അല്പം അത്യല്പം. അതി പ്ലസ് ഉച്ചം എന്നത് എന്താണ്? അത്യുച്ചം, അത്യുച്ചം എന്നായി. അടുത്തത് അത്യുത്തമം, അത്യുത്തമം എന്നത് പിരിച്ചെഴുതാൻ ചോദിച്ചാൽ എങ്ങനെ എഴുതും? അത്യുത്തമം. ത്യു എന്ന് പറയുമ്പോൾ അധി എന്നാണ് വരിക, തീ എന്നാണ് വരിക. അതിനുശേഷം എന്താണ്? യാ പോയി പകരം ഊ ഇവിടെ ഇട്ടു. അപ്പൊ അതി പ്ലസ് ഉത്തമമാണ് ഏത്? അത്യുത്തമം. അത്യുജ്വലം എങ്ങനെയാണ് പിരിക്കുക? അത്യുജ്വലം അതി പ്ലസ് ഉജ്ജ്വലമാണ് അത്യുജ്വലം. അതി എടുത്തെഴുതി, അതി എന്നത് എടുത്തെഴുതി, യ എന്നുള്ള വർണ്ണം പോയി ഊ എന്നുള്ള വർണ്ണം അവിടെ ഇട്ടു. അതി പ്ലസ് ഉജ്ജ്വലമാണ് ഏത്? അത്യുജ്വലം, അത്യുജ്വലം. അടുത്തത് അത്യാവശ്യം, അത്യാവശ്യം. അതി പ്ലസ് ആവശ്യമാണ് ഏത്? അത്യാവശ്യം. അത്യാപത്ത് അതി പ്ലസ് ആപത്താണ് അത്യാപത്ത്. ഇത്യർത്ഥം, ഇത്യർത്ഥം എന്ന് വരുമ്പോൾ ഇതി, ഇതി പ്ലസ് ഏതാണ്? അർത്ഥം. ഇതി പ്ലസ് അർത്ഥമാണ് ഇത്യർത്ഥം. ഇതി പ്ലസ് അർത്ഥം എന്നതാണ് ഇത്യർത്ഥം. പ്രതി പ്ലസ് ഉപകാരം, പ്രതി പ്ലസ് ഉപകാരം എന്നത് പ്രത്യുപകാരം എന്നായി. പ്രതി പ്ലസ് ഉപകാരം എന്നത് പ്രത്യുപകാരം. അടുത്തത് പ്രതി പ്ലസ് അക്ഷം, ഇ പ്ലസ് ആ എന്ന എന്തായി മാറി? ത്യാ എന്നതായി മാറി. പ്രതി പ്ലസ് അക്ഷം എന്നത് പ്രത്യക്ഷം എന്നായി. അടുത്തത് പ്രത്യാഘാതം, പ്രത്യാഘാതം. ഇവിടെയും എന്താ സംഭവിച്ചത്? പ്രത്യാഘാതം എന്നത് പിരിക്കുമ്പോൾ പ്രതി പ്ലസ് ആഘാതമാണ് ഏത്? പ്രത്യാഘാതം. പ്രതി, ഇതി ഇവയിലെല്ലാം ഏതായിരിക്കും വരിക? ഭൂരിപക്ഷവും ത്യാ എന്നായിരിക്കും വരിക. പ്രതി പ്ലസ് ആഘാതമാണ് ഏത്? പ്രത്യാഘാതം. പ്രതി പ്ലസ് ഉപകാരം എന്നത് പ്രത്യുപകാരം. പ്രതി പ്ലസ് അക്ഷം എന്നത് എന്താണ്? പ്രത്യക്ഷം. അപ്പോൾ ഇന്ന് പഠിപ്പിച്ച ഈ നിയമങ്ങളെല്ലാം നിങ്ങൾ അറിഞ്ഞു വെക്കുക. നിയമങ്ങൾ അറിഞ്ഞിരുന്നാൽ നിങ്ങൾക്ക് ചേർത്തെഴുതുക എന്താണ്, പിരിച്ചെഴുതുക എന്താണെന്നുള്ളത് വളരെ സിമ്പിളായിട്ട് കൊണ്ടുപോകാൻ കഴിയും. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ ഇനിയും നമുക്ക് കുറേ സംസ്കൃത സന്ധികൾ പഠിച്ചെടുക്കാനുണ്ട്. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.